അപ്പൊ ഇന്ന് നമ്മുടെ കോളേജിലെ ഓണം സെലിബ്രേഷൻ ഡേ 2 and 3 ബ്ലോഗാണ്. ആക്ച്വലി മെഗാ തിരുവാതിര ഓണസദ്യ ഇത് രണ്ടോടെ രണ്ടാമത്തെ ദിവസം ഉണ്ടായിരുന്നത്. മാത്രമല്ല നമ്മൾ നല്ല തിരക്കിലും കൂടെ ആയിരുന്നുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വിളമ്പുന്നതിന് ഇടയ്ക്ക് ഞാനും അരുണൂടെ നൈസിന് കയറി ഓണസദ്യ കഴിച്ചു. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള സദ്യ തന്നെയായിരുന്നു. അപ്പോൾ ഡേ 2 അത്രേ ഉള്ളൂ. മൂന്നാമത്തെ ദിവസം ഞാനും ഉണ്ണിക്കുട്ടനും കൂടി ഒരുമിച്ചാണ്. വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആംബുലൻസ് കിട്ടിയോണ്ട് അതിന്റെ ബാക്കിൽ നിന്ന് വെച്ച് പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മഴ തുടങ്ങി. പിന്നെ നമ്മൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് മഴയൊക്കെ നനഞ്ഞ ഒരു പരുവ്. ഉണ്ണിക്കുട്ടൻ പിന്നെ പ്രോ റൈഡർ ആയതുകൊണ്ട് വെങ്ങും കൊണ്ട് കയറാതെ എത്തിച്ചു. കോളേജ് എത്തി ഡിപ്പാർട്ട്മെന്റിൽ കയറിയപ്പോഴേക്കും പിള്ളേരെല്ലാം അത്തയിടുന്നതിന്റെ തിരക്കിലായിരുന്നു. നടക്കുമല്ലോ ഗായ്സ്. അപ്പൊ നമ്മുടെ കാവ്യാണ് അത്തത്തിനുള്ള നേതൃത്വം വഹിച്ചത്. നമ്മുടെ കുടുംബം നനച്ച് അടുത്ത് തന്നെ ഉണ്ടായിരുന്നോണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പല തരത്തിലുള്ള ഡിസൈനുകളാണ് കാവ്യ പരീക്ഷിച്ചത്. ഞാൻ കണ്ടിട്ട് അങ്ങ് ടെൻഷൻ ആയി പോയി. കൂട്ടിന് ഗൗരി, പിന്നെ നമ്മുടെ കുറുമ്പൻ, അതുപോലെ നമ്മുടെ ജൂനിയേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ചന്ദ്രമലയിലെ ഊർമിളാദേവി. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് കിരൺജി എവിടെ നിന്നൊക്കെയോ പാഞ്ഞെത്തിയത്. വീഡിയോ എടുത്ത ശരിയായില്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഒന്നുകൂടെ എടുപ്പിച്ചു. ഓൾമോസ്റ്റ് അത്തായിട്ട് തീർന്നപ്പോ ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത്. സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വയരം കത്തി നിന്നപ്പോഴാണ് എന്റെ മുന്നിൽ അഭിരാമി പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ അവൾ എനിക്ക് അൽഫാം പോലൊരു സാധനം മേടിച്ചു തന്നു. പേര് ഞാൻ മറന്നുപോയി. കൂടെ നമ്മുടെ അരുൺ കാട്ടാക്കട, ആര്യ എന്നിവരും ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കോളേജിലെ വാശിയേറിയ ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ട് ചിരിച്ചൊരു പരുവായി. അതെല്ലാം കഴിഞ്ഞ് രാത്രി പിള്ളേരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ കിടന്ന് കളിക്കുന്നതാണ് ഉണ്ണിക്കുട്ടി. ഇരുട്ടായി കഴിഞ്ഞാൽ ചെറുക്കം ഭയങ്കര കളി എന്നാണ് പറയാറ്. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. കോളേജിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ മൂന്നും കൂടി നേരെ പുറത്ത് കഴിക്കാൻ വന്നു. ഒരു വെടിക്കൊള്ളുണ്ടാക്കാ തോക്കുണ്ടാവൂല്ലേ? തിരിച്ചു വരുന്ന വഴിക്ക് ഒരു മിനി കൂപ്പന്റെ കൂടെ പിടിക്കാൻ നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. ഗൈസ്, അങ്ങനെ കോളേജിലെ ഓണ പരിപാടികളെല്ലാം അവസാനിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ഓക്കെ, ബൈ.